മരുന്നുകളില്ലാതെ ബി പി നിയന്ത്രിക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗ്ഗം ഡയറ്റ്. ഉദാഹരണത്തിന് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് പലർക്കും ബി പി ഉണ്ടാവുന്നത്? ഈ ഉപ്പ്, സോഡിയം ക്ലോറൈഡാണ് ബി പി ഉയർത്താനുള്ള ഏറ്റവും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയുവാണ്. ഈ ഡാഷ് ഡയറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ സോൾട്ട്, നമ്മൾ ഉപ്പിൻ്റെ അളവ് നമ്മൾ ഒരു 4 ഗ്രാമിലേക്ക് നമ്മൾ മിതപ്പെടുത്തുകയും ഈ പൊട്ടാഷ്യം നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ കൂടെ നമ്മൾ കഴിക്കാൻ പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് വഴി. പിന്നെ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പോർഷൻസ് കട്ട് ഡൗൺ ചെയ്യുകയും പിന്നെ 1-2 നട്ട്സുകൾ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് നട്ട്സുകൾ കഴിക്കാൻ പറയും. മീലിൻ്റെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. ഇതിന് ഈ സിമ്പിൾ കാര്യത്തിന് നമ്മൾ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു 10 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വരെ ഈ ഡാഷ് ഡയറ്റിൽ കൂടെ നമുക്ക് ബി പി കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്ന് അറിയണ്ടേ? അതിനാണ് പറയുന്നത് റീനൽ ഡിനർവേഷൻ തെറാപ്പി. നിങ്ങൾ കേട്ടാൽ ഞെട്ടല്. നമ്മൾ ഏതെങ്കിലും രക്തക്കുഴലിലേക്ക് ഒരു ക്യാനില കുത്തിക്കയറ്റി അതിൻ്റെ അകത്തൂടെ ഒരു വയറ് പാസ് ചെയ്ത് നമ്മൾ കിഡ്നിയുടെ അകത്തുള്ള രക്തക്കുഴലിലേക്ക് കയറ്റി ആ വയറിൻ്റെ മുകളിൽ കൂടെ റേഡിയോ ഫ്രീക്വൻസി ഈ വേവ്സ് എമിറ്റ് ചെയ്യുന്ന ഒരു കത്തീറ്റർ കയറ്റി ആ കിഡ്നിയുടെ രക്തക്കുഴലിൻ്റെ ചുറ്റുമുള്ള ഞരമ്പുകളെ കരിച്ച് കളയും. അങ്ങനെയാകുമ്പോഴും ബി പി കുറയാം. നമുക്ക് മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. ഏതാണ് എളുപ്പം? ഒബ്വിയസ്ലി ആദ്യമേ പറഞ്ഞാണ് എളുപ്പം. ഒരു മുടക്കുമില്ല, ഒരു പൈസ ചിലവുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ 2 രീതികൾക്കും ഈ 10 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വരെ നമുക്ക് ബി പി കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യർ ഈ ഹൈപ്പിൻ്റെ പുറകെയാണ് പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ ഈ 6 ലക്ഷം തൊട്ട് 7 ലക്ഷം രൂപ വരെ വരുന്ന ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പറ്റുന്നതും അതും വെൽ പ്രൂവ്ഡ് പോലും അല്ലാത്ത ഈ റീനൽ ഡിനർവേഷൻ തെറാപ്പിക്ക് പുറകെയാണ് ആളുകൾ ഓടുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു ഡയറ്ററി അപ്രോച്ച് കൂടെ ബി പി ഇത്രയും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. 1-2 മരുന്നിൻ്റെ അത്രയും പവർഫുള്ളായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദാഹരണത്തിന് ഡാഷ് ഡയറ്റ് ആൾക്കാർക്ക് വേണ്ട. കോംപ്ലിക്കേറ്റഡും ഹൈപ്പും ഉള്ള സാധനങ്ങളും മതി. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എനിവേ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കി നല്ല ഡയറ്റിലേക്ക് പോയി ബി പി കൺട്രോളിലേക്ക് പോവുക. താങ്ക് യു.